എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഉപയോഗിച്ച് രുചിയിൽ മുന്നിൽ നിൽക്കുന്ന തേങ്ങ വറുത്തരച്ച തീയൽ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി നമുക്ക് 100 ഗ്രാം വെണ്ടയ്ക്ക എടുക്കാം, 100 ഗ്രാം ചെറിയ ഉള്ളി, മുരിങ്ങക്കായ 50 ഗ്രാം, പടവലങ്ങ 100 ഗ്രാം, പാവയ്ക്ക 100 ഗ്രാം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, വഴുതനങ്ങ 2 എണ്ണം, തക്കാളി 2 എണ്ണം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ പാവയ്ക്കയും വറുത്തെടുക്കാം. പാവയ്ക്കയും ഈ പാകമാകുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും വഴുതനങ്ങയും ഇടാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് മുരിങ്ങക്കയും ചേർക്കാം. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്തൊന്നും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും തക്കാളിയും ചേർക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ പച്ചക്കറികൾ നന്നായിട്ട് പാകത്തിന് വെന്തു. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പാവയ്ക്കയും ഇട്ടതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം വറുത്തരയ്ക്കണം. അതിനായി 1 കപ്പ് നാളികേരം എടുത്തു, ചെറിയ ഉള്ളി എടുത്തു, കറിവേപ്പില എടുത്തു. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നാളികേരവും ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെയും വറുത്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഇളക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്തത്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്തു നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്തു. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്ത് ചേർക്കുമ്പോൾ തീയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയും നേരം നമ്മൾ വെള്ളം ഇതിന് ചേർത്തിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് നല്ല തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്ക് മുകളിൽ ഇതുപോലെ കറിവേപ്പില ഇടാം. ഇനി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ റെഡിയായി. വളരെ രുചിയുള്ള ഒരു തീയലാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.